ഹായ്. എത്ര കാലോയി കണ്ടിട്ട്. ഇവനേത് ചേട്ടച്ചൂരി? ചേട്ടനെന്താ വാളംപുളി അടിച്ചു പിടിക്കണേ? എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ആളെ മനസ്സിലായില്ലായിരുന്നു. ചേട്ടാ ഞാൻ ജോഷി. ക്യാമ്പസിൽ ചേട്ടൻ ജൂനിയർ ആയിരുന്നു. ഇപ്പൊ പിടികിട്ടിയാ? കിട്ടിയില്ല. ഇനിയിപ്പ എന്താ പറയാ, കാർത്തികനെ നിനക്ക് ഓർമ്മയുണ്ട? ആ അവളെ സെറ്റ് ചെയ്യാനായിട്ട് പണ്ട് വിട്ട ജോഷി. ജോഷി പിടികിട്ടിയില്ലേ? ഇപ്പൊ ഓർക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായിട്ടില്ല. ചേട്ടൻ എന്തൂടെ? ഞാൻ അമ്മക്ക് ചെറിയൊരു അസുഖമായിട്ട്. ഓ ഇല്ല, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു പ്രഷറിന്റെ ഒരു പ്രശ്നമുണ്ട്. വേറെ കുഴപ്പമൊന്നുമില്ല. നീ എന്താ ഇവിടെ? അതെ, എന്റെ വൈഫിന്റെ ഫസ്റ്റ് ഡെലിവറിയാണ്. അപ്പൊ ഞാൻ ഈ പോഷകാഹാരമൊക്കെ എന്ത് കൊടുക്കണം എന്ന് അറിയാനായിട്ട് വേണ്ടി വന്നതാണ്. ചേട്ടന്റെ വൈഫും കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? ഞാനേ കല്യാണം കഴിച്ചിട്ടില്ല. സോറി ചേട്ടാ, ചേട്ടൻ എന്റെ സീനിയർ ആയിരുന്നല്ലോ. ഞാൻ കരുതി ചേട്ടന്റെ കല്യാണം നേരത്തെ കഴിഞ്ഞിട്ടുണ്ടാവും. അല്ല, കഴിക്കാത്താണ് നല്ല ഏതായാലും. ശരി ഞാൻ പോകട്ടെ. ഓക്കെ കിരണേട്ടാ, കല്യാണത്തിന് വിളിക്കണോട്ടാ. നമുക്കൊരു ഓൾഡ് പങ്ക് കേട്ടിരിക്കാം. ഏത്? അപ്പൊ മറക്കണ്ട. ഓൾഡ് പങ്ക്. നിന്നെ ആര് വിളിക്കുന്ന വെട്ടല്ലേ? കൊച്ചിന്റെ നൂലോട്ട് എന്തായാലും വിളിക്കണം. നീ അവിടെ വർത്താനം പറഞ്ഞോണ്ടിരുന്ന ചെറുക്കൻ ആരാ മോനെ? അതെന്റെ ജൂനിയറാ. അവനെന്താ ഇവിടെ? അവനിവിടെ എന്തോ ഓട്ടത്തിന് വന്നു. നന്നായി പഠിക്കണ പിള്ളേര് നല്ല ജോലി വാങ്ങി സെറ്റിലാവും, നിന്നെ പോലെ. ഇമ്മാതിരി മാസ ഡയലോഗ് ഒന്നും കുറച്ച് മുന്നേ കണ്ടില്ലല്ലോ തള്ളേ. അടുത്ത തവണ ആവട്ടെ, അമ്മ എല്ലാം ശരിയാക്കി തരാം. ശരിയാക്കി തരണം. പ്രായമൊക്കെ കൂടി കൂടി പോവാണേ. പറടാ. എടാ, നമ്മുടെ ചിന്തന്റെ അനിയനില്ലേ കിച്ചുണ്ണി, അവന് കല്യാണായി. ഏത്? 21 വയസ്സിൽ ചെറുക്കണ്ടേ? ഇതൊക്കെ എപ്പോ? എനിക്കറിയാൻ പാടില്ല. അഴിച്ചോണ്ട് വന്നാന്ന് പറഞ്ഞത്. എന്തായാലും എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടുണ്ട്, നീ ഒന്ന് എടുത്ത് നോക്കിയേ. ഈ കൊച്ചെറുക്കനൊക്കെ എങ്ങനെയാ സെറ്റാക്കുന്നേ? കഴിവാണ് മോനെ, കഴിവ്. എടാ, അവള് വിളിക്കുന്നുണ്ട്, ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ഒരു ഈച്ചക്കും പൂച്ചക്കും വേണ്ടാത്ത ഇവനും പെണ്ണായി. എനിക്കിനി എന്താണോ ഉദയം? എനിക്ക് മാത്രം ഇങ്ങനെ എന്നെ മാത്രം നോക്കി വെച്ച് എന്തിനിങ്ങനെ പണി തരുന്ന ദൈവമേ? ഉള്ളത് പറയുമല്ലോ, നിന്നെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അടിച്ച് കണ്ണ് ഞാൻ പറിച്ചേനെ. വെറുതെ വിളിച്ചാട്ടോ. ഇതാരാണോ? ആരാ? സാർ, എൻ്റെ പേര് ശ്യാമിലി. ഞാൻ തേജസ്വി എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് വരുന്നത്. ഇതിൻ്റെ കുറച്ച് കമ്പനി പ്രൊഡക്ട്സാ, ഒന്ന് നോക്കാവോ? എന്റെ പൊന്നു വെച്ച എൻ്റെ കയ്യിലൊന്നുമില്ല. 5 പൈസ ഇല്ല. ഇപ്പൊ വെറുതെ എടുത്ത് വെതറാൻ നിൽക്കണ്ട. ഇല്ല, അത് കുഴപ്പമില്ല, GP ചെയ്താൽ മതി. ക്യാഷ് കയ്യിൽ തരണമെന്നില്ല. അതിൻ്റെ അതൊന്നും വേണ്ടേ? ഇവിടെ ഇതൊന്നും വേണ്ട. സാർ അങ്ങനെ പറയല്ലേ, എൻ്റെ അരിപ്രശ്നമാണ്. എന്തെങ്കിലും ഒന്ന് മേടിക്കേ. കാണിക്ക. ചേട്ടാ, ഇതൊക്കെയാണ് നമ്മുടെ പുതിയ മോഡൽസ്. ഒന്ന് നോക്കിക്കേ. ഇത് ചേട്ടൻ്റെ വൈഫിന് സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എങ്ങനെയുണ്ട് നോക്ക്. എടോ, ഇതൊന്നും വേണ്ട, ആവശ്യമില്ല. എന്താ ചേട്ടാ അങ്ങനെ പറയല്ലേ, നല്ല സാധനങ്ങളല്ലേ. ഇത് ചേട്ടൻ്റെ വൈഫിനോ, വൈഫില്ലെങ്കിൽ പോട്ടെ കമ്മ്യൂണിക്കാലും കൊടുക്കാലോ, അവർക്ക് എന്തായാലും ഇഷ്ടാവും. ഇവിടെ ഇതൊന്നും ആവശ്യമില്ല. എനിക്കിതൊന്നും ആവശ്യമില്ല ഇവിടെ. ചേട്ടാ, ഇതിന് പൈസക്ക് ഭയങ്കര കുറവാ. ഞാൻ വേണമെങ്കിൽ കമ്പനി ഡിസ്കൗണ്ട് ഇട്ടുതരാം. വാങ്ങാതിരിക്കല്ലേ ചേട്ടാ, പ്ലീസ്. താനതൊക്കെ പാക്ക് ചെയ്തേ. എന്താ ചേട്ടാ? എനിക്ക് ഭാര്യയും കാമുകയൊന്നുമില്ല. ഞാനും എൻ്റെ അമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. പെണ്ണ് കെട്ടാത്തതിന് ഡെയിലി ഇവിടെ പ്രശ്നമാണ്. ഓക്കെ? എന്താ ചേട്ടൻ കെട്ടാത്തെ? തനിക്കറിയോ, എന്നെക്കാളും പ്രായത്തിന് ചെറിയ കുട്ടികൾ വരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നത് കണ്ട് ഭ്രാന്തി പിടിച്ച് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടെ താൻ കൂടെ പ്ലീസ് മനസ്സിലാക്കുക. ദയവ് ചെയ്ത് അപ്പുറം ഇപ്പുറമുള്ള വീടുകളിലൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിക്കോളൂ. ഒന്ന് മനസ്സിലാക്കുക പ്ലീസ്. സോറി ചേട്ടാ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാനിതൊക്കെ എൻ്റെ ജോലി ആയതുകൊണ്ട് വന്നതാ. എന്നാ ഞാൻ പൊക്കോളാം. ഇതെൻ്റെ കമ്പനി കാർഡാ.
അഥവാ ചേട്ടന് ഭാവിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതി. ശരി, വേറൊന്നും വിചാരിക്കല്ലോ കേട്ടോ. ഇല്ല, കുഴപ്പമില്ല. എന്താടി വല്ലോ ഏറ്റോ? ഒന്നും അറിയില്ല പൊന്നെ, ഞാൻ സാധനം കൈ കൊടുത്തിട്ടുണ്ട്. പണ്ട് +2 പുറകെ വന്ന ആളെ മറന്നിട്ടില്ല അല്ലേ? ഇനി ഒരു ക്ലൂ ഇല്ല, കണ്ടുപിടിക്കാമെങ്കിൽ കണ്ടുപിടിക്കും. പോയത് നമുക്ക് അധിക നേരം ഇവിടെ നിൽക്കണ്ട, നമുക്ക് പെട്ടെന്ന് പോവാം. എന്റെ അമ്മയുടെ തുണിയൊക്കെ കയ്യിലുണ്ടല്ലോ അല്ലേ? നിന്റെ അമ്മയുടെ ഞാൻ പറയുന്നില്ല, എന്തുകൂടെ തുണിയാടി ഇത്. അവനൊരു പൊട്ടനാണ്ട് വിശ്വസിച്ചു. എന്നാ വേ കേറി കേറി. എന്റെ അമ്മേ, പൊക്കോ പൊക്കോ. എപ്പോഴോ തോന്നിയൊരു ചെറിയ ക്രഷ്, അതിങ്ങനെ എൻ്റെ ഉറക്കം കെടുത്തുമെന്ന് ഞാൻ വിചാരിച്ചു പോലുമില്ല. എടി അവന് നിന്നെ ഓർമ്മ പോലും കാണത്തില്ല. അത് മാത്രമല്ല, ഇതിപ്പോ എത്ര വർഷമായി? അവന് വേറെ സെറ്റായെന്ന് പോലും നമുക്കറിയില്ല. ആ, അതൊക്കെ ഞാൻ അന്വേഷിച്ചു. പണ്ടത്തെ റിലേഷൻഷിപ്പ് പൊട്ടിയതിന് ശേഷം ആരും ഇതുവരെ ആയിട്ടില്ല. അതുമല്ല, അവൻ്റെ വീട്ടിലിപ്പോൾ നല്ലോണം പെണ്ണ് നോക്കുന്നുണ്ട്. എൻ്റെ ഭാഗ്യത്തിന് ആ പൊട്ടന് ഇതുവരെ ഒന്നും ശരിയായിട്ടില്ല. എന്താ നോക്കണേ? പണ്ട് നീ ഇഷ്ടാന്ന് പറയാൻ പോയപ്പോ വണ്ടി മിസ്സായി 5 മിനിറ്റ് ഗ്യാപ്പിൽ വേറൊരുത്ത് പ്രപ്പോസ് ചെയ്ത് കൊണ്ടുപോയി. വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനൊരു കണ്ടുകൂട്ടൽ സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഞാനും. ആ എടി കൊച്ച, എന്റെ കൈ കീറിയാണോ നീ ഇഞ്ചക്ഷൻ എടുക്കുന്നേ? അയ്യോ, ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിനാണോ ഈ കിടന്ന് കരയണേ? ഒന്നുമില്ലെങ്കിലും വലിയൊരു ചേട്ടൻ്റെ അമ്മയല്ലേ? ആ മുതുക്കന്റെ അമ്മയാണെന്നൊരു കുറവ് മാത്രമേ എനിക്കുള്ളൂ. അതെന്ത് പറ്റി? ചേട്ടൻ നല്ല അടിപൊളിയായിട്ടാണല്ലോ നോക്കണേ, പിന്നെന്താ പ്രശ്നം? അത് തന്നെ കുഴപ്പം. അവൻ ഈ പ്രായത്തിൽ പെണ്ണും കെട്ടി സന്തോഷത്തോടെ ജീവിച്ചിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ ടെൻഷൻ അടിച്ച് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടക്കണോ? അപ്പൊ പുള്ളിയെ താരാ ഡോക്ടറെ പുറകെ നടക്കുന്നുണ്ടല്ലോ, അത് സെറ്റായില്ലേ? അതൊന്നും നടക്കാൻ പോണില്ലെന്നേ. അവൻ അതിനുള്ള കഴിവൊന്നുമില്ല. നിനക്കറിയാടി കൊച്ചെ, അവൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു പെണ്ണിന് ഇവനോട് പ്രേമമായിരുന്നു. ആ കാര്യം പോലെ ആ പൊട്ടൻ ഈ അടുത്ത കാലത്താ അറിഞ്ഞ്. ഓ, എന്നാ പിന്നെ ആ പെണ്ണിനെ കണ്ടുപിടിച്ച് സെറ്റാക്കിയ പോരെ? അതിനാ പെണ്ണ് ഏതാന്ന് പോലും അവൻ അറിഞ്ഞൂടാ, പിന്നെ അല്ലേ സെറ്റാക്കണേ. ആ, ഇങ്ങനെ പോയാൽ പുള്ളിയെ ആരെങ്കിലും നില കെട്ടി വെക്കേണ്ടി വരും. അല്ലാതെ അമ്മയ്ക്കൊരു മരുമോളെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടി വരും. ശരി, ഞാൻ പോട്ടെ, കുറച്ചേരം ഇരിക്കാം കേട്ടോ. ഏതോ നോവിൽ ചായം തിങ്കളായി നീ മിഴിവാർക്കേ